നമുക്ക് പ്രാർത്ഥിക്കാം. സ്നേഹമുള്ള ദൈവമേ, ഈ ദിവസം ഞങ്ങളുടെ ഹൃദയങ്ങൾ തുറന്ന് നിന്റെ സന്നിധിയിൽ നിൽക്കാൻ കൃപ നൽകണമേ. ഈ നോയമ്പ് കാലം വഴി ഞങ്ങളുടെ ജീവിതം പരിശുദ്ധീകരിക്കണം. നിന്റെ സ്നേഹം മനസ്സിലാക്കാൻ സഹായിക്കണമേ. ആമേൻ. മത്തായിയുടെ സുവിശേഷം 6-ാം അധ്യായം 16-ാം വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു: ഉപവസിക്കുമ്പോൾ നിങ്ങൾ കപടഭക്തിക്കാരെ പോലെ വാടിയ മുഖം കാണിക്കരുത്. എല്ലാവർക്കും എൻ്റെ സ്നേഹവന്ദനം. ഇന്ന് ഞാൻ സംസാരിക്കുന്നത് നോയമ്പ് കാലത്തെ പ്രാധാന്യത്തെക്കുറിച്ചാണ്. നോയമ്പ് എന്ന് പറയുന്നത് യേശുവിൻ്റെ ഉപവാസവും സഹനവും ത്യാഗവും ഓർത്ത് ജീവിക്കുന്ന ഒരു പരിശുദ്ധ കാലമാണ്. ഈസ്റ്ററിന് മുമ്പ് വരുന്ന ഈ 40 ദിവസങ്ങൾ നമ്മളെ ആത്മപരിശോധനയ്ക്കായും പ്രാർത്ഥനയ്ക്കും മാനസാന്തരത്തിനും വേണ്ടി വിളിക്കുന്നു. ബൈബിളിൽ നമ്മൾ കാണുന്നു, യേശു മരുഭൂമിയിൽ 40 ദിവസം ഉപവസിച്ച് പ്രാർത്ഥിച്ചു. അത് ഭക്ഷണം ഒഴിവാക്കുന്നതിന് വേണ്ടി മാത്രമല്ല, ദൈവഹിതം മനസ്സിലാക്കാൻ തൻ്റെ ദൗത്യത്തിന് ഒരുങ്ങാനുമായിരുന്നു. അതുപോലെ തന്നെ നോയമ്പ് നമ്മുടെ ജീവിതത്തിലും ഒരു മാറ്റത്തിൻ്റെ അവസരമാണ്. ഈ സമയത്ത് നമ്മൾ നമ്മുടെ ജീവിതം പരിശോധിക്കുക, നമ്മൾ ചെയ്ത തെറ്റുകൾ ഓർത്ത് മനസ്സ് മാറ്റുക, മറ്റുള്ളവരോട് ക്ഷമ ചോദിക്കുക, ക്ഷമിക്കാൻ പഠിക്കുക. പ്രാർത്ഥന നോയമ്പിൻ്റെ മുഖ്യ ഭാഗമാണ്. ദിവസവും കുറച്ചു സമയം ദൈവത്തോടൊപ്പം ചിലവഴിക്കുമ്പോൾ മനസ്സിന് സമാധാനം ലഭിക്കും. ഉപവാസം ഭക്ഷണം കുറിക്കുന്നത് മാത്രമല്ല, കോപം കുറിക്കുന്നതും ദോഷം പറയാതിരിക്കുന്നതും അനാവശ്യ വാക്കുകൾ ഒഴിവാക്കുന്നതും യഥാർത്ഥ ഉപവാസമാണ്. ദാനധർമ്മം വളരെ പ്രാധാന്യമാണ്. ആവശ്യക്കാരെ സഹായിക്കുക, ഒരു നല്ല വാക്ക് പറയുക, വിഷമിക്കുന്നവരെ ആശ്വസിപ്പിക്കുക, ഇതൊക്കെ ദൈവത്തിന് ഇഷ്ടമുള്ള പ്രവൃത്തികളാണ്. യേശു കുരിശിൽ സഹിച്ചത് നമ്മളെ സ്നേഹിച്ചത് കൊണ്ടാണ്. അതുകൊണ്ട് നോയമ്പ് ദുഃഖത്തിൻ്റെ കാലം മാത്രമല്ല, സ്നേഹത്തിലും വിശ്വാസത്തിലും വളരാനുള്ള സമയമാണ്. ഈ നോയമ്പ് കാലം കഴിയുമ്പോൾ നമ്മൾ പുതിയ ഹൃദയത്തോടെ ഈസ്റ്റർ ആഘോഷിക്കാൻ തയ്യാറാകണം. നമുക്ക് പ്രാർത്ഥിക്കാം. കരുണയുള്ള ദൈവമേ, ഈ നോയമ്പ് കാലം നല്ലതായി അനുഭവിക്കുവാൻ ഞങ്ങളെ നയിക്കണമേ. നമ്മുടെ ഹൃദയങ്ങളിൽ സ്നേഹം, ക്ഷമ, ദയ എന്നിവ നിറയ്ക്കണമേ. നിന്റെ വഴിയിൽ നടക്കാൻ ശക്തി നൽകണേ. യേശുവിൻ്റെ നാമത്തിൽ ചോദിക്കുന്നു. ആമേൻ. നടന്നീ
പ്രാപിപ്പാൻ കൃപയരുൾക യേശു